നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശത്തിനും ആരവത്തിനുമിടയിൽ ഇത്തവണയും മുങ്ങിപ്പോയൊരു പേരാണ് കൊടുപ്പുന്ന വെങ്കിട ദേവനാരായണൻ ആചാര്യയുടേത്. 1600കളിൽ ചെമ്പകശ്ശേരി രാജാവിനു വേണ്ടി അദ്ദേഹം നിർമ്മിച്ച പടക്കപ്പലാണ് പിന്നീട് ചുണ്ടൻ വള്ളം എന്ന പേരിൽ അറിയപ്പെട്ടത്. കള്ളിവള്ളങ്ങളുടെ ആദ്യ ശില്പിയായ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ സ്മാരകം നിർമ്മിക്കണമെന്നാണ് കുട്ടനാട്ടിലെ കൊടുപ്പുന്ന ഗ്രാമവാസികളുടെ ആവശ്യം. ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ തുടങ്ങി നെഹ്റു ട്രോഫി വള്ളംകളിയിലും CBLലുമെല്ലാം ചുണ്ടൻ വെള്ളങ്ങൾ കുതിച്ചുപായുമ്പോൾ കുട്ടനാട്ടിലെ കൊടുപ്പുന്നക്കരക്കാർ അഭിമാനത്തോടെ ഓർമ്മിപ്പിക്കുന്ന ഒരു പേരുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യ ശില്പിയായ കൊടുപ്പുന്ന വെങ്കിട ദേവനാരായണൻ ആചാര്യയുടേത്. 1600കളിൽ ചെമ്പകശ്ശേരി രാജാവിന് വേണ്ടി പടയാളികളെ കൊണ്ടുപോകാൻ ദേവനാരായണൻ ആചാരി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പടക്കപ്പലാണ് പിന്നീട് കുട്ടനാടിന്റെ മുഖമുദ്രയായി മാറിയ ചുണ്ടൻ വള്ളങ്ങൾ. നാട്ടുരാജ്യങ്ങളായ ചെമ്പകശ്ശേരിയും കായംകുളവും തമ്മിലുള്ള യുദ്ധമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ പിറവിക്കു കാരണം. തെങ്ങിന്റെ കൊതുമ്പിൽ നാരായണനാചാരി നിർമ്മിച്ച മാതൃകയാണ് ചെമ്പകശ്ശേരി രാജാവിന്റെ നിർദ്ദേശപ്രകാരം ആഞ്ഞിലത്തടിയിൽ പടക്കപ്പലായി മാറിയത്. 70ഓളം പടയാളികളെ വഹിക്കാൻ ശേഷിയുള്ള പീരങ്കി വെക്കാൻ സൗകര്യമുള്ള ജലയാനമായിരുന്നു അത്. യുദ്ധം വിജയിച്ച സന്തോഷത്തിൽ ചെമ്പകശ്ശേരി രാജാവ് നാരായണനാചാരിക്ക് ഏക്കർ കണക്കിന് പുഞ്ചപ്പാടങ്ങളും ദേവനാരായണൻ എന്ന സ്ഥാനപ്പേരും നൽകിയെന്ന് അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ പറയുന്നു. അമ്പലപ്പുഴ രാജാവിൻ്റെ പീരങ്കി എന്ന് പറയുന്നത് ഒരു വെടി വെട്ടുമ്പോഴത്തേക്ക് വടക്കപ്പൽ മുന്നോട്ട് ജമ്പ് ചെയ്യും. അതേസമയം കായംകുളം രാജാവിന് വെടി വെക്കുമ്പോഴത്തേക്ക് പുറകോട്ട് പോകും. അത് ഈ മട്ടത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ് പുറകോട്ട് പോകുന്നത് മുന്നോട്ട് പോകുന്നത്. ഇതാണ് സംഭവിച്ചത്. ഈ സംഭവത്തിൽ അമ്പലപ്പുഴ രാജാവ് വിജയിച്ചു. വൻ വിജയമായിരുന്നു. വിജയിച്ചപ്പോഴത്തേക്ക് രാജാവിന് വളരെ ആണ് ദേവനാരായണനാക്കിയത്. 4-5 ഏക്കർ വസ്തു കിട്ടിയിരുന്നു. ആ പാട്ടം ഇല്ലാതെ കരമടച്ച സ്ഥിതിയായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു 350 വർഷം മുമ്പ് അതിതുവരെ ഞാൻ കളഞ്ഞിട്ടില്ല. ഭാഗത്തെല്ലാം വാർത്തകളുണ്ട്. എന്നാലും ഇപ്പോഴും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ദേവനാരായണനാചാരി ചെമ്പകശ്ശേരിക്ക് വേണ്ടി പണിത പടക്കപ്പൽ കൊടുപ്പുന്ന കരക്കാർക്ക് രാജാവ് സമ്മാനിച്ചു എന്നാണ് ചരിത്രം. തുടർന്ന് അദ്ദേഹത്തിന്റെ തലമുറയിൽപ്പെട്ട പലർക്കും ചുണ്ടൻ വള്ളങ്ങളുടെ ശില്പികളായി മാറി. ഇന്ന് അവരാരും ഈ രംഗത്തില്ലെങ്കിലും ദേവനാരായണനാചാരിയുടെ പേരിൽ ക്ഷേത്രം നിർമ്മിച്ച ആ മഹാനായ ശില്പിയെ അവരിന്നും ഓർക്കുന്നു. എടത്വ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലാണ് ഈ ക്ഷേത്രവും ഇവരുടെ കുടുംബവും സ്ഥിതി ചെയ്യുന്നത്. വേങ്കടയിൽ ദേവനാരായണനാചാര്യയുടെ കാര്യം വിസ്മരിക്കുകയാണ് ഇപ്പോഴുള്ള തലമുറ. അപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഈ വള്ളംകളി നെഹ്റു ട്രോഫി ആണെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വന്നതിൻ്റെ പേരിലാണ് നമുക്ക് വള്ളംകളി നടത്തപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഒരു ട്രോഫി തന്നെയുണ്ട്. അതുപോലെ രാജീവ് ഗാന്ധി പുളങ്ങുന്നാറ്റിൽ വന്നപ്പോൾ അതിനുമുണ്ട് ഒരു ട്രോഫി. അപ്പോൾ ആരാണ് ഈ വള്ളംകളിക്ക് കാരണക്കാരനായിട്ടുള്ള ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിലും കൂടി ഒരു ട്രോഫിയും അതുപോലെ ഒരു സ്മാരകവും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചുണ്ടൻ വള്ളത്തിന്റെ ആദ്യ ശില്പിയുടെ നാട്ടിലും വള്ളംകളി ക്ലബ്ബുണ്ട്. സ്വന്തമായി ഉണ്ടായിരുന്ന വള്ളം വിറ്റുപോയെങ്കിലും തുടർച്ചയായി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് കരക്കാർ. ദേവനാരായണനാചാര്യയുടെ പേരിൽ സ്മാരകം വേണമെന്നും അദ്ദേഹത്തിന്റെ പേരിൽ വള്ളംകളി നടത്തണമെന്നുമാണ് ഇവരുടെ ആഗ്രഹം. ചുണ്ടൻ വള്ളങ്ങളുടെ രാജശില്പി എന്നറിയപ്പെടുന്ന കൊടുപ്പുന്ന വേങ്കടയിൽ ദേവനാരായണനാചാര്യയുടെ പേരിൽ ഇവിടെ ഒരു മത്സര വള്ളംകളിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകവും ഇവിടെ സ്ഥാപിക്കണമെന്നാണ് ഈ ബോട്ട് ക്ലബിൻ്റെയും ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ഒരു ആവശ്യം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കളക്ടർക്കും മറ്റ് മന്ത്രിമാർക്കുമൊക്കെ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ അനുഭാവപൂർവമായ തീരുമാനങ്ങളാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ സാംസ്കാരിക വകുപ്പിനെ കൊണ്ട് ഇവിടെ ഒരു സാംസ്കാരിക, അതായത് അദ്ദേഹത്തിൻ്റെ പേരിലൊരു സാംസ്കാരിക നിലയം സ്ഥാപിക്കാം. അതുപോലെ തന്നെ ഈ വള്ളംകളി അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ട്രോഫി സ്മാരകം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്കും മന്ത്രിമാർക്കും അടക്കം നിരവധി നിവേദനങ്ങളാണ് പ്രദേശവാസികളും കുടുംബവും സമർപ്പിച്ചത്. അനുഭാവപൂർണ്ണമായ നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇവരുടെയെല്ലാം പ്രതീക്ഷ. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.